Hi viewers, welcome to Aisha's Kitchen. Aisha's Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് പഴംപൊരി. അതും നല്ല നാടൻ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അതൊന്നും വേറെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന്റെ റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഈ ഒരു റെസിപ്പി ഞാൻ ഒരുപാട് മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് എല്ലാവരും പറയുന്നത് അതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലോഗിന്റെ പേര് tasty-malabar-foods.com. അപ്പോൾ പഴംപൊരി ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സ് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് അതിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ഒരു കപ്പാണ്. പിന്നെ മൈദപ്പൊടി എടുക്കുമ്പോൾ നന്നായിട്ട് അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഈ 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1/3 ഭാഗം പഞ്ചസാര എടുക്കണം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് പഴത്തിനും മധുരത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി വേണം. 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1/4 കപ്പാണ് അരിപ്പൊടി വേണ്ടത്, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഉപ്പും പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം മതി. 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി വേണ്ടി വരും, അതിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ വെള്ളം ഒട്ടും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ്, ഏത്തയ്ക്ക 2 എടുത്തിട്ടുണ്ട്. 2 പഴുത്ത നേന്ത്രപ്പഴം തന്നെ വേണം. പിന്നെ വല്ലാണ്ട് പഴുത്ത നേന്ത്രപ്പഴം ആണെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഏത്തയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള പഴംപൊരിയാണല്ലോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിലുള്ള ഏത്തയ്ക്കയാണ് വേണ്ടത്. ഒരു ഏത്തയ്ക്ക നമുക്ക് ഒരു 6 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല തിന്നാക്കിയിട്ടുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ തട്ടുകട സ്റ്റൈലിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് എടുക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു ഏത്തയ്ക്ക കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് തയ്യാറാക്കാം പഴംപൊരി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഏത്തയ്ക്ക 2ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു പീസ് തന്നെ നമുക്ക് 6 സ്ലൈസ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ 2 കൂടെ 12 സ്ലൈസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് പഴംപൊരി നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന പഴം. നമ്മൾ എടുക്കുന്ന പഴം നന്നായി പഴുത്ത പഴം തന്നെ എടുക്കുക, പക്ഷെ വല്ലാണ്ട് അങ്ങോട്ട് പഴുത്ത പഴം യൂസ് ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലേക്കുള്ള മാവ് അരച്ചെടുക്കുമ്പോൾ. മാവ് നമ്മൾ അരച്ചെടുക്കാൻ നമ്മളിപ്പോൾ ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ എല്ലാ ചേരുവകളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത് സ്മൂത്ത് ആയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗ്രൈൻഡറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ മൈദപ്പൊടി ഗ്രൈൻഡറിൽ താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അതുപോലെ അരിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും ഏലക്കയും ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ്. ബേക്കിംഗ് സോഡ ഒട്ടും കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, അധികം ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ മാവ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. വല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുവാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ കിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതായത് മാവ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാവ് ഇതുപോലെ ആയി വരണം. എന്നാലേ നമ്മൾ പഴം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണയുടെ കാര്യമാണ്. അതായത് എണ്ണ നല്ല ചൂടായ ശേഷം മാത്രമേ നമ്മൾ പഴം മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. പിന്നെ ഒരുപാട് എണ്ണയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മുകൾ ഭാഗം ഒന്നും നല്ല അടിപൊളിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരുപാട് എണ്ണയിൽ നമ്മൾ ഈ പഴം ഇതിലിട്ട് കൊടുക്കുന്ന സമയത്ത് അത് മുങ്ങിക്കിടക്കണം. അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പഴം നമ്മൾ മാവിൽ മുക്കിയിട്ട് പഴത്തിൽ നന്നായിട്ട് മാവ് കോട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇപ്പോൾ കണ്ടോ, എണ്ണ നല്ല ചൂടായത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത്. നമ്മളിപ്പോൾ എണ്ണ ചൂടാവാതെ നമ്മളിപ്പോൾ ഇതിട്ട് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരില്ല. പിന്നെ എണ്ണ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് മുകൾ ഭാഗവും നന്നായിട്ട് ആയി വന്നിട്ടുള്ളത്. പിന്നെ എണ്ണ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പഴം നമ്മൾ അതിലേക്ക് ഇട്ട പാടെ തന്നെ ഇതിൻ്റെ കളറ് മാറിപ്പോവും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴംപൊരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് രണ്ടാമത്തെ പഴം മാവിൽ മുക്കിയിട്ട് നന്നായിട്ട് മുക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 എണ്ണം ഒരുമിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കതിനുള്ള പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാടൻ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത്. നിങ്ങൾക്ക് പഴംപൊരി ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, പക്ഷെ ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പഴംപൊരിയാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ഒരുമിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്യാതെ ഒരു 3 എണ്ണമൊക്കെ ഈ ഒരു സ്പേസിൽ ഒരു 3 എണ്ണം വരെ ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക്. അതുപോലെ നിങ്ങൾ ചെറിയ പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ കൊള്ളുന്ന ആ ഒരു ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് പഴംപൊരി ഒരുമിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നമ്മളുടെ നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്, അല്പം ഒന്ന് ആറിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ സ്ലൈസ് ആയിട്ട് പഴം ഒന്ന് കട്ട് ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതും ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോന്നും നമ്മൾ ഇടുന്ന സമയത്ത് എണ്ണ ചൂടുണ്ടോ എന്ന് നോക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എണ്ണ ചൂട് ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്നുകൂടെ ചൂടാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പഴം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ള പഴം ഇതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിപ്പോൾ വീട്ടിൽ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറില്ല. അതിന് പകരം മാവ് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. ബേക്കിംഗ് സോഡ ഇല്ലാതെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ നാടൻ തട്ടുകട സ്റ്റൈലിലാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ബേക്കിംഗ് സോഡ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മാവ് കൊണ്ട് ഈ പഴം മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ നാടൻ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലുള്ള പഴംപൊരിയാണ്. അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പഴം കൊണ്ടുള്ള പഴംപൊരി. ഇത് പിന്നെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് തന്നേ ഉള്ളൂ. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കാണാൻ നമ്മൾക്കിപ്പോൾ നമ്മൾക്ക് ഇഷ്ടം കഴിക്കാൻ നീളത്തിലുള്ള അരിഞ്ഞതാവും. പക്ഷെ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു റെസിപ്പി ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അതുപോലെ ഒരുപാട് പേര് ഇതുപോലെ തന്നെ ആയിരിക്കും പഴംപൊരി തയ്യാറാക്കുന്നതും. എന്നാലും ചിലർക്കെങ്കിലും ഈ ഒരു റെസിപ്പി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പഴംപൊരി പെർഫെക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറന്നു പോകരുത്. കൂടാതെ ഐഷാസ് കിച്ചൻ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.